ദശരഥൻ്റെ ശരമഗതി. ഓം ശ്രീരാമചന്ദ്രായ നമോ. മന്ത്രിവരനാസുമന്ത്രനു വേറിയൂരന്തശുചാചെന്നയോധ്യബുക്കീടിനാൻ വസ്ത്രേണ വക്രവും അച്ഛാദ്യ കണ്ണുനീരത്യർത്ഥമിറ്റിറ്റു വീണും തുടച്ചു. ആ തേരും പുറത്തു ഭാഗത്തു നിർത്തിച്ചെന്നു ധീരതയോടു നൃപനെ വണങ്ങിനാൻ. ധാത്രീപദേ ജയ വീരമൗലേ ജയ, ശാസ്ത്രമത്രേ ജയ ശൗര്യാംബുദേ ജയ, കീർത്തിനിധേ ജയ സ്വാമിൽ ജയ ജയ, മാർത്താണ്ഡഗോത്രജാതോത്തം സമീ ജയ. ഇത്തരം ചൊല്ലി സ്തുതിച്ചു വണങ്ങിയ ഭൃത്യനോടാശു ചോദിച്ചു നൃപോത്വമൻ. സോദരനോടും ജനകാത്മജയോടും ഏതൊരു ദിക്കിലിരിക്കുന്നു രാഘവൻ. നിർലജ്ജനായ ദീപാവിയാമെന്നോട് ചൊല്ലുവാൻ എന്തൊന്നു ചൊല്ലിയത്, എന്നോട് ലക്ഷ്മണൻ എന്തു പറഞ്ഞു വിശേഷിച്ചു. ലക്ഷ്മീ സമയായ ജാനകീ ദേവിയും ഹാ രാമ ഹാ ഗുണവാരിധേ ലക്ഷ്മണ, വാരിജലോചനേ ബാലേ മിഥിലജേ. ദുഃഖം മുഴുത്തു മരിപ്പാൻ തുടങ്ങുന്ന ദുഷ്കൃതിയാമെന്നരികത്തിരിപ്പാനും മക്കളെയും കണ്ടെനിക്ക് മരിപ്പാനും ഇക്കാലമില്ലാതെ വന്നു സുഹൃതവും. ഇത്തം പറഞ്ഞു കേഴുന്ന നൃപേന്ദ്രനോടുത്താപമോടുര ചെയ്തു സുമന്ത്രരും. ശ്രീരാമ സീതാ സുമിത്രാത്മജന്മാരെ തേരിലേറ്റിക്കൊണ്ടുപോയേണ്ടവാജ്ഞയാ ശൃംഗിവേരാഖ്യപുരസവിതേ ചെന്നു. ഗംഗാതടേ വസിച്ചിടും ദശാന്തരെ കണ്ടു തൊഴുതിതു ശൃംഗിവേരാധിപൻ. കൊണ്ടുവന്നു ഗുഹൻ മൂലഫലാദികൾ, തൃക്കൈകൾ കൊണ്ടതു തൊട്ട് പരിഗ്രഹിച്ച കുമാരന്മാർ ജടയും ധരിച്ചിതു.